വ്യത്യസ്തനായ ഒരു നഗരസഭാ അധ്യക്ഷനെ നമുക്കൊന്ന് കണ്ടുവരാം. അധികാരവും പദവിയുമൊക്കെ പണസമ്പാദനത്തിനുള്ള കുറുക്കുവഴിയായി കാണുന്ന ചില ജനപ്രതിനിധികളുണ്ട്. പാലാ നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ വെട്ടുകല്ലയിൽ വ്യത്യസ്തനാകുന്നത് ഇതിൽ നിന്നും ഭിന്നമായൊരു കാരണത്താലാണ്. കാണാം പാലായിൽ നിന്ന് ടോബി ജോൺസൺ തയ്യാറാക്കിയ റിപ്പോർട്ട്. തിരക്കിട്ട ജോലികളിലാണ് തോമസ് പീറ്റർ എന്ന പാലാ നഗരസഭാ അധ്യക്ഷൻ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ചെയ്യാനുള്ള ജോലികളെല്ലാം ചെയ്തു തീർക്കണം. കസേരയിൽ നിന്നിറങ്ങുന്നതിന് മുൻപ് എത്തേണ്ടവരുടെ കൈകളിൽ സഹായങ്ങൾ എത്തണം. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ജനസേവനം നടത്തുന്ന ഈ നഗരസഭാ ചെയർമാനാണ് മറ്റുള്ളവർക്ക് മാതൃകയാകുന്നത്. നിർധരരായ 10 പേർക്ക് വീട് നിർമ്മിക്കാനായി 31 സെന്റ് സ്ഥലമാണ് തോമസ് പീറ്ററും കുടുംബവും നൽകിയത്. അതും സൗജന്യമായി. എൻ്റെ മകൻ്റെ പേരിൽ വാങ്ങിച്ചൊരു പ്രോപ്പർട്ടിയാണ്. അത് 31 സെന്റാണ്. അത് 10 വീടില്ലാത്ത ആൾക്കാർക്ക് ഇത് കൊടുക്കണം എന്നൊരാഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഞാനത് മകനോട് സംസാരിച്ചപ്പോൾ മകനും ഒരു കുഴപ്പവുമില്ല. അപ്പോൾ അതുകൊണ്ട് ചെയർമാൻഷിപ്പ് കഴിഞ്ഞ് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് കൊടുക്കണം എന്നൊരു മനസ്സിലൊരു ആഗ്രഹമുണ്ട്. ഞാൻ എൻ്റെ ഭാര്യയും മക്കളുമായിട്ട് സംസാരിച്ചപ്പോൾ അവരും അതിന് പരിപൂർണ്ണ പിന്തുണ പറഞ്ഞു. അപ്പം അതുകൊണ്ടത് കൊടുത്തേക്കാൻ തീരുമാനിച്ചാണ് ഇന്നലെ അത് കൈമാറിയത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമാണെന്ന് പ്രതിപക്ഷത്തുള്ള ചിലർ ഒളിയമ്പുകൾ എയ്തു. എന്നാൽ തോമസ് പീറ്റർ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. സേവനമാണ് യഥാർത്ഥ സമ്പത്ത് എന്ന സന്ദേശമാണ് ഈ പൊതുപ്രവർത്തകൻ മുന്നോട്ട് വെക്കുന്നത്. തെരഞ്ഞെടുപ്പും ഇതുമായിട്ട് ബന്ധമില്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ അടുത്ത ഇലക്ഷൻ നിൽക്കുന്നില്ല. എൻ്റെ വീട്ടിൽ നിന്നും ആരും നിൽക്കുന്നില്ല. പിന്നെ ഞങ്ങൾ കുടുംബപരമായിട്ട് തന്നെ ഇത്തരം കുറച്ച് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. 50 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പിതാവ് എൻ്റെ വീടിൻ്റെ തൊട്ട് താഴെ ഒരാൾക്ക് ഒരു സ്ഥലം മേടിച്ച് വീട് വെച്ച് കൊടുത്ത ഒരു ചരിത്രമുണ്ട്. പിന്നെ ഫാദർ 50 വർഷം മുമ്പ് ചെയ്ത കാര്യങ്ങൾ എനിക്ക് നേരത്തെ ഒക്കെ മനസ്സിലുണ്ട്. അത് ഞാൻ 10 പേർക്ക് സ്ഥലമായിട്ട് കൊടുക്കുന്നു. അമേരിക്കയിലുള്ള സഹോദരൻ ഷിബു പീറ്ററുമായി ചേർന്ന് പിതാവിന്റെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ച പീറ്റർ ഫൗണ്ടേഷൻ ട്രസ്റ്റ് മുഖേന ചികിത്സാ സഹായങ്ങളും നൽകുന്നുണ്ട്. ഇനിയും ഇത്തരം പ്രവർത്തനങ്ങളിൽ സജീവമാകാൻ തന്നെയാണ് ഈ നഗരസഭാ ചെയർമാന്റെ തീരുമാനം. തെരഞ്ഞെടുപ്പിൽ സീറ്റ് ഉറപ്പിക്കുന്നതിന് വേണ്ടി നേതാക്കൾ എന്തും ചെയ്യുന്ന കാലത്താണ് തോമസ് പീറ്റർ വ്യത്യസ്തനാകുന്നത്. എന്തായാലും ഇത്തവണ മത്സരിക്കാനില്ലെന്ന് പറഞ്ഞതോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും അവസാനിച്ചിരിക്കുകയാണ്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. ഇത്തരം ചില നല്ല മാതൃകകളും നമുക്ക് ചുറ്റുമുണ്ട്. 10 നിർധന കുടുംബങ്ങൾക്കാണ് വീട് വയ്ക്കുന്നതിനായി 39 സെന്റ് സ്ഥലം പാലാ നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ സൗജന്യമായി നൽകിയത്. അത് വരാൻ പോകുന്ന തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടല്ല, അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന കാര്യം പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.